ഹായ് ഹലോ എല്ലാവർക്കും ഏറ്റവും പുതിയ മൂവി റിവ്യൂലേക്ക് റിവ്യൂ ചെയ്യാൻ വേണ്ടി പോകുന്നൊരു ഹിന്ദി മൂവിയാണ്. ഇതിനെ കണ്ട് ഞാൻ കുറച്ച് ദിവസങ്ങളായി, പക്ഷേ എന്തോ നിങ്ങളുടെ മുമ്പിലേക്ക് റിവ്യൂ എത്തിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. ഇപ്പോൾ എന്തോ വീഡിയോ ചെയ്യാൻ തോന്നി, അതുകൊണ്ടാണ് ചെയ്തത്. അതുകൊണ്ട് തന്നെ വലിയ ഡെക്കറേഷൻ പരിപാടിയോ കാര്യങ്ങളൊന്നും വീഡിയോയിൽ എടുത്തിട്ടില്ല. നോർമലായിട്ടുള്ള ഒരു വീഡിയോ ആണ്. ദഡാക് 2 എന്നാണ് ചിത്രത്തിൻ്റെ പേര്. ഇതിനു മുമ്പ് നമ്മൾ ചാനൽ റിവ്യൂ ചെയ്ത് സയ്യാറ എന്ന് പറയുന്ന ഹിന്ദി മൂവിയായിരുന്നു. അതൊരു ഫീൽ ഗുഡ് ലവ് സ്റ്റോറി മൂവി ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എന്താ പറയുക, നല്ലൊരു സപ്പോർട്ട് തന്നെയായിരുന്നു ആ വീഡിയോയ്ക്ക് കിട്ടിയത്, അല്ലെങ്കിൽ ആ റിവ്യൂവിന് കിട്ടിയത്. അതിനുശേഷം ഒരു ഹിന്ദി നാട്ടിൽ നിന്നും വീണ്ടും ഒരു എന്താ പറയുക, ഒരു ലവ് സ്റ്റോറി ഇറങ്ങുന്നു. ഒരുപാട് പ്രതീക്ഷയോടെ തന്നെയാണ് ഞാനും കാത്തിരിക്കാനും പോസ്റ്റേഴ്സ് ആണെങ്കിലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളത് കൊണ്ട് തന്നെ തോന്നിയിരുന്നു. അപ്പോൾ ദഡാക് 2 കുറിച്ച് പറയുമ്പോൾ സിദ്ധാർത്ഥ്, ഇപ്പോൾ തന്നെ നമ്മുടെ ടിംബാരി തുടങ്ങിയവരൊക്കെയാണ് പ്രധാനമായും കാസ്റ്റിംഗ്. അതിനുമേലെല്ലാം നമ്മുടെ ഗസ്റ്റ് റോൾ വരുന്ന ഒരു നടിയുണ്ട്, അവരുടെ പേരാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇത്ര ആൾക്കാരൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വളരെയധികം എന്താ പറയുക, നല്ല ക്വാളിറ്റി നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു. അപ്പോൾ ഷാക്സിയ ഇക്ബാലാണ് ഡയറക്ഷൻ. ഇപ്പോൾ തന്നെ സ്റ്റോറി നോക്കിയാൽ മാരി സെൽവരാജാണ് നമ്മുടെ പര്യായം പെരുമാൾ എന്ന് പറഞ്ഞ ചിത്രത്തിൻ്റെ ഒരു ഹിന്ദി റീമേക്ക്, അല്ലെങ്കിൽ ഏകദേശം ആ ഭാഗങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ് കഥ മുന്നോട്ട് പോകേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അത് അത്രമാത്രം വിജയിച്ചോ ഇല്ലേ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പോകുന്നുണ്ട്. ഇതിൻ്റെ സ്റ്റോറി നോക്കുകയെങ്കിൽ എന്താ പറയുക, വളരെ താഴ്ന്ന അല്ലെങ്കിൽ ചേലിൽ താമസിക്കുന്ന നമ്മുടെ കഥാനായകൻ അവൻ പഠിക്കാൻ വേണ്ടി കോളേജിലെത്തുന്നു. അപ്പോൾ അവിടെ അനുഭവിക്കേണ്ടിപ്പെടുന്ന ഈ ജാതീയത അല്ലെങ്കിൽ നിറത്തിനെ അപമാനിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങൾ, നല്ല താഴ്ന്ന ജാതി. ഇപ്പോൾ ആ നാട്ടിലായതുകൊണ്ട് തന്നെ നിറമില്ല, നായക അത്യാവശ്യം വെളുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിറത്തെക്കുറിച്ച് ഒരു യൂസ് ചെയ്യാൻ ശ്രമിച്ചില്ലെങ്കിൽ പോലും, അതായത് താഴ്ന്ന ജാതി, താഴ്ന്ന ജാതിയിൽ വിദ്യാഭ്യാസത്തെ ഒട്ടും അറിയില്ല, തൻ്റെ പേര് പോലും പറയാൻ അറിയില്ല, അതിൻ്റെ പേരിലൊക്കെ അവഗണിക്കപ്പെടുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, അധ്യാപകർ പോലും മാറ്റി നിർത്തിപ്പെടുന്നു. അതിനുവേണ്ടി അവനെ ഉപയോഗിക്കുന്ന ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ അവൻ്റെ രാഷ്ട്രീയം എന്താണെന്ന് പോലും ചിന്തിക്കാതെ അതിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന കുറച്ച് ഭാഗങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന കൂട്ടുകാരുകൾ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കഥാനായിക വരുന്നു. അത്യാവശ്യം സമൂഹത്തിൽ ഉയർന്ന നിലയിൽ ജീവിക്കുന്നൊരു വ്യക്തി ആണ് കഥാനായിക. അപ്പോൾ വീണ്ടും അവർ പ്രണയത്തിലാവുന്നു. വീട്ടുകാരെ അറിയുമ്പോഴുള്ള പ്രശ്നങ്ങളും, അതായത് ജാതീയത അല്ലെങ്കിൽ എന്താ പറയുക, പ്രണയം, അതുമായി ബന്ധപ്പെട്ടുള്ള സാമ്പത്തിക പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണ് കഥ മുന്നോട്ട് വയ്ക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. തീർച്ചയായും അതിൻ്റെ അപ്പുറത്തോട്ട് നോക്കുമ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഒരു സൈക്കോപാത്ത് വില്ലെന്നൊക്കെ പറയാൻ സാധിക്കും. കാരണം ജാതി, അല്ലെങ്കിൽ ഉയർന്ന ജാതിയിൽപ്പെട്ട ഒരു പെൺകുട്ടി താൻ ജാതിയിൽപ്പെട്ട ചെറുപ്പക്കാരനെ പ്രണയിക്കുന്നു. അതിൻ്റെ പേരിൽ ആ ആൾക്കാർക്ക് കൊന്നു കൊടുക്കുന്ന ഒരു സൈക്കോപാത്തും ഈ ഒരു സൈഡിലൂടെ കടന്നു പോകുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഏകദേശം അതിൻ്റെ ഒരു ഭീകരതയിലൂടെയാണ് കഥ സ്റ്റാർട്ടിങ്ങിൽ ആരംഭിച്ചിട്ടുള്ളത്. പിന്നീട് നമ്മുടെ നായകനിലോട്ട് എത്തുന്നു. നായകൻ പഠിക്കാൻ വേണ്ടി ശ്രമങ്ങൾ നടത്തുന്നു. അപ്പോൾ അവനും അവൻ്റെ അമ്മയും നേരിടുന്ന പ്രശ്നങ്ങൾ, അവരെ ഉപദ്രവിക്കുന്ന പ്രശ്നങ്ങൾ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ നായികയെ വരുന്നു, പ്രണയത്തിലാവുന്ന അടുക്കുന്നു. സുഹൃത്തുക്കളാണ്, സുഹൃത്ത് ബന്ധങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാതെ ശ്രമിക്കുന്ന ഇപ്പോഴും സമൂഹത്തിൽ ഒരുപാട് വ്യക്തികളുണ്ട്. കാരണം നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ദുരുവാന കൊലകളും കാര്യങ്ങളൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലൊന്നും മാറാൻ പോകുന്നില്ല, മാറ്റം സംഭവിക്കുന്നില്ല. ഒരുപക്ഷെ പുതുതലമുറ, നമ്മളെപ്പോലെ പുതുതലമുറ അങ്ങനെ ചിന്തിക്കുകയെങ്കിൽ അതിൽ മാറ്റം വരാനും ചാൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത്. പക്ഷെ അതല്ല ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ സ്റ്റോറിയായിട്ട് ഞാൻ പറയാൻ വേണ്ടി ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ പ്രണയത്തിലേക്ക് വേണ്ടി എതിർക്കുമ്പോഴുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ തൻ്റെ മകൾ കൂട്ടുകൂടുന്നത് ഉയർന്ന ജാതിക്കാരോടൊപ്പം ആയിരിക്കണം, അല്ലെങ്കിൽ തന്നോടൊപ്പം നിൽക്കുന്നവരായിരിക്കണം, അത്യാവശ്യം സ്റ്റാറ്റസ് നോക്കുന്നവരോടൊപ്പം ആയിരിക്കണം എന്നൊക്കെ ചിന്താചിക്കുന്ന പേരൻസാണ് ഈ ചിത്രത്തിൽ വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കഥാനായകന് നേരിടേണ്ടി വരുന്ന അപമാനം, പ്രശ്നങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. എനിക്ക് എസ്പെഷ്യലി ഇതിലൊരു ഡോഗിനെ വെച്ച് ചെയ്യുന്ന ഒരു സീനുണ്ട്. അതായത് റെയിൽവേ ട്രാക്കിൽ കെട്ടിയിടുന്നതും നമ്മൾ പര്യായം പെരുമാൾ കണ്ടതാണ്. ആ ട്രെയിൻ തട്ടി ആ നായ മരിക്കുന്നതും അതിനുവേണ്ടി ഈ നായകൻ പോരാടുന്നു. അവിടെയാണ് യഥാർത്ഥ നായകൻ്റെ ഒരു പോരാട്ടം എന്താണെന്ന് ആരംഭിക്കുന്നത്. അതേപോലെ തന്നെ ഇതിനും ആരംഭിക്കുന്നുണ്ട്. പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, പടം ഭയങ്കര സ്ലോയിലായിട്ട് പോകുന്നു. ഒട്ടും തന്നെ കണക്ടിവിറ്റി തോന്നുന്നില്ല. കാരണം ഇതേ സ്റ്റോറി നമ്മൾ കണ്ടിട്ടുള്ളതെങ്കിൽ പോലും, പക്ഷെ എന്താ പറയുക, ആ കഥാപാത്രങ്ങളോട് നീതി പുലർത്തണം, അല്ലെങ്കിൽ അതേ സ്റ്റോറി എന്താ പ്രകടനങ്ങൾക്കാണെങ്കിൽ വെരി വീക്കായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഏറ്റവും വലിയ ഇതിൽ പോരായ്മ തിരക്കഥ തന്നെയായിരുന്നു. വളരെ വീക്കായിട്ടുള്ള ഒരു തിരക്കഥ തന്നെയാണ്. ഡയലോഗ് ഡെലിവറി എനിക്ക് വളരെ മോശം. ഇതിൽ നായകനാണെങ്കിലും ബാക്കി പ്രവർത്തിച്ച ഓരോ വ്യക്തികളാണെങ്കിലും നാടകത്തിൽ അഭിനയിക്കുന്ന പോലെയാണ് അഭിനയിച്ചിട്ടുള്ളത്. ഇത് നമ്മുടെ കഥാനായക എന്താണ്, ഡിംബാരിയോ എന്നാണ് തോന്നുന്നത് ആ വ്യക്തിയുടെ പേര്. അപ്പോൾ ആ ഇതിൽ നായക അവതരിപ്പിച്ചുള്ള ആ വ്യക്തി പോലും ഇമോഷണലായിട്ട് കരയുന്ന സീൻ പോലും ടച്ച് ആവുന്നില്ല. അതായത് നമ്മൾ എന്താ പറയുക, ഇക്കിലിട്ട് കരപ്പിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത്. നായകനായിട്ട് ഒട്ടും എക്സ്പ്രഷൻ വരാത്ത ഒരു കഥാനായകൻ ഒക്കെ ആയിട്ടുണ്ട് ഉള്ള വീണിൽ. സൈക്കോ ആയിട്ട് വരുന്നൊരു വില്ലനുണ്ട്. അത് തന്നെ തുടക്കത്തിലൊക്കെ രസമായിട്ട് മുന്നോട്ട് പോയിരുന്നു. പിന്നീട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഓരോ വെറുപ്പിൽ കാണുമ്പോൾ ഒട്ടും തന്നെ കണക്റ്റ് ആവാത്ത എനിക്ക് തോന്നിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നത് ഒരു അപരാധം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിൽ പോലും ഒരു ചെറിയൊരു ബോംബ് തരത്തിലുള്ള പ്രശ്നം കാര്യങ്ങളൊക്കെയാണ്. കാരണം മാറ്റങ്ങൾ എപ്പോഴും അനിവാര്യമാണ്. ഇപ്പോഴും ഈ പഴയ കാലത്തിൽ തന്നെ ഓരോ ഫിലിം എടുക്കുമ്പോൾ അതിൽ ഈ ജാതീയത കുത്തി നിറയ്ക്കുന്നു, അല്ലെങ്കിൽ വിവേചനം, പ്രണയം കാര്യങ്ങളൊക്കെ, ഇതിലൊക്കെ ട്രാക്ക് മാറ്റി ചിന്തിക്കുന്ന സമയം കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് തന്നെ പല ഫിലിമുകളും നല്ല ഫിലിം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്.
അപ്പോൾ തീർച്ചയായിട്ടും അതിലൊക്കെ ശ്രദ്ധിക്കാൻ പറ്റും. യാതൊരു മാറ്റമില്ലാത്ത പഴയൊരു കാലഘട്ടത്തിൽ വീണ്ടും വന്നിട്ടുണ്ട്. പഴയൊരു ബോംബ് കഥ എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്ക് എങ്ങനെയാണ് തോന്നുന്നത്. കാരണം എനിക്ക് ഒട്ടും തന്നെ പടം ഇഷ്ടമായില്ല, എനിക്ക് ലൈക്കായില്ല പടം ഒട്ടും തന്നെ. ഞാൻ പറയുന്നത് എനിക്ക് ബിലോ പറഞ്ഞതിനേക്കാൾ താഴെയായിട്ടാണ് ഈ ഫിലിം കാണുമ്പോൾ തോന്നി. കാരണം നമ്മുടെ അത്രയും സമയമുണ്ട്. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഒരു ഫിലിം കാണുമ്പോൾ ഏകദേശം 2.25 മണിക്കൂറൊക്കെ ഉണ്ട്. അതില്ല, 2 മണിക്കൂർ 15 മിനിറ്റ് ഉള്ളൂ. നല്ല പോസിറ്റീവായി തോന്നി. ഇടയ്ക്ക് വരുന്ന 2 പാട്ടുകൾ കൊള്ളാമായിരുന്നു. എല്ലാം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു തേങ്ങാക്കോലും പടത്തിലില്ല. ദടാക്കി 2വിനേക്കാൾ ഇത് ദുരന്തം കഥ മുന്നോട്ടെന്ന് പറയുന്ന പോലെയാണ് എനിക്ക് പറയാനുള്ളത്. തീർച്ചയായിട്ടും OTT റിലീസൊക്കെ വരുമ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി ശ്രമിക്കുക എന്നത് നിങ്ങളുടെ അഭിപ്രായം വന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ എന്നെത്തുമ്പോൾ നമ്മുടെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞ് ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് നമ്പർ എണിക്കുക. വീണ്ടും മറ്റൊരു ചിത്ര റിവ്യൂമായി നിങ്ങളുടെ മുഖത്ത് നിന്നിരിക്കും. ബൈ ബൈ.